നമസ്കാരം. വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഒരു പൈനാപ്പിൾ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ഇതിനെക്കുറിച്ചാണ് വീഡിയോ. പൈനാപ്പിളിനെ കുറിച്ചല്ല, പൈനാപ്പിൾ ഉണ്ടാകുന്ന വാഴക്കുളം ഏഷ്യയിലെ ഏറ്റവും വലിയ പൈനാപ്പിൾ മാർക്കറ്റിനെ കുറിച്ചാണ്. ആ മാർക്കറ്റ് കാണാൻ പോയാലോ? ഓക്കെ. ഇതൊരു പൈനാപ്പിൾ ഫാമാണ് കേട്ടോ. ഇത് തൊടുപുഴയ്ക്കടുത്ത് മുട്ടത്ത് മലങ്കര എസ്റ്റേറ്റിലുള്ള ഒരു പൈനാപ്പിൾ ഫാമാണ്. ഏക്കർ കണക്കിന് പടർന്ന് കിടക്കുകയാണ്. ഇവിടെ റബ്ബർ തോട്ടമായിരുന്നു. റബ്ബർ തോട്ടം വെട്ടിക്കഴിഞ്ഞാൽ ഇടവിളയായിട്ട് 3 വർഷത്തേക്ക് മിക്കവാറും പൈനാപ്പിൾ എല്ലായിടത്തുമൊക്കെ കൃഷി ചെയ്യാറുണ്ട്. അങ്ങനെ കൃഷി ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ പൈനാപ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വാഴക്കുളം പൈനാപ്പിളാണ്. നമ്മളിപ്പോൾ എത്തിച്ചേരുന്നത് എറണാകുളം ജില്ലയിലെ വാഴക്കുളത്താണ്. എറണാകുളം ജില്ലയിൽ 2 വാഴക്കുളമുണ്ട്. ഒന്ന് ആലുവ വാഴക്കുളമുണ്ട്, ഒന്ന് മൂവാറ്റുപുഴ വാഴക്കുളമുണ്ട്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് മൂവാറ്റുപുഴയുള്ള വാഴക്കുളമാണ്. മൂവാറ്റുപുഴ വാഴക്കുളം എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴയ്ക്കും തൊടുപുഴയ്ക്കും ഇടയ്ക്കുള്ള മഞ്ഞുള്ളൂർ പഞ്ചായത്തിലുള്ള വാഴക്കുളം. ഈ വാഴക്കുളം ടൗണാണ് നമ്മൾ ഈ കാണുന്നതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ പൈനാപ്പിൾ മാർക്കറ്റായിട്ടുള്ള വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റ്. വാഴക്കുളം മാർക്കറ്റിന് മാത്രമല്ല പേരുള്ളത് കേട്ടോ, വാഴക്കുളം പൈനാപ്പിളിനും പേരുണ്ട്. അതായത് 2009 GI ടാഗ് ചെയ്തിട്ടുള്ള പൈനാപ്പിളാണ് വാഴക്കുളം പൈനാപ്പിൾ. അതൊരു മൗറീഷ്യസ് വെറൈറ്റിയാണ്. ഏറ്റവും കൂടുതൽ ജ്യൂസിയും ഏറ്റവും മധുരവും നല്ല മണവുമുള്ള പൈനാപ്പിളാണ് വാഴക്കുളം പൈനാപ്പിൾ. നല്ല ഒരു മഴ ദിവസമാണ്. അതുതന്നെയല്ല, ഇപ്പോൾ പൈനാപ്പിളിൻ്റെ അത്ര വലിയ സീസൺ ആയിട്ടില്ല. കർക്കിടക മാസത്തിൽ ഒരു വെയിലൊക്കെ തെളിഞ്ഞു കഴിയുമ്പോഴാണ് പൈനാപ്പിളിൻ്റെ നല്ല മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ഈ പ്രദേശം മുഴുവൻ പൈനാപ്പിൾ കൊണ്ട് മൂടിയിരിക്കുകയായിരിക്കും. അതുതന്നെയല്ല, ഇവിടെ ഇഷ്ടം പോലെ ധാരാളം പൈനാപ്പിൾ കച്ചവടക്കാരുടെ ഷോപ്പുകളുമുണ്ട്. വലിയൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാഴക്കുളം പൈനാപ്പിൾ പിടിച്ചു നിർത്തുന്നത് ഇതുപോലെയുള്ള സംഘടനകളുണ്ട്. വാഴക്കുളം പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു അസോസിയേഷനുണ്ട്. അവരും അതുപോലെ പല സംഘടനകളും കൂടിയാണ് ഈ പൈനാപ്പിൾ കൃഷി ഇവിടെ പിടിച്ചു നിർത്തുന്നത്. അതുപോലെ കൃഷിയിടത്തു നിന്നും ചന്തയിലേക്ക്, അല്ലെ ഫാം ടു മാർക്കറ്റ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ലൈവ് മോഡലും കൂടിയാണ് ഈ വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റ്. മറ്റൊന്നും കൂടിയുണ്ട് വാഴക്കുളത്തൊരു പ്രത്യേകത. പൈനാപ്പിൾ തോട്ടവുമായി ബന്ധപ്പെടുത്തി അഗ്രോ ടൂറിസം പരിപാടികളും ഇപ്പം വാഴക്കുളത്തുണ്ട്. ഇപ്പോൾ വലിയ പൈനാപ്പിൾ തോട്ടങ്ങളിൽ നമുക്ക് പോകാം, പൈനാപ്പിൾ നമുക്ക് അവിടുന്ന് രുചിക്കാം, പൈനാപ്പിളിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അങ്ങനെയുള്ള ഒരു ടൂറിസം പദ്ധതികളിൽ കൂടി പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് നടക്കുന്നുമുണ്ട്. ഈ മാർക്കറ്റിൽ നിന്ന് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയാൽ റോഡിൻ്റെ 2 സൈഡിലും ധാരാളം പൈനാപ്പിൾ മർച്ചൻസിൻ്റെ കടകളുണ്ട്. ഈ കാണുന്ന ഒരു വലിയ ബ്രിഡ്ജാണ്. ടൺ കണക്കിന് പൈനാപ്പിളുകൾ തൂക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പൈനാപ്പിൾ ഏറ്റവും രുചിയുള്ള പൈനാപ്പിൾ വാഴക്കുളത്താണെന്ന് പറഞ്ഞുവല്ലോ. അതുപോലെ മാർക്കറ്റ് നിശ്ചയിക്കുന്നതും ഈ വാഴക്കുളത്ത് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഴക്കുളം മാർക്കറ്റിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ചേർക്കാനും മടിക്കാതിരിക്കുക. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി.